ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയരങ്ങളോ ഒന്നും നമുക്ക് പറ്റുന്നില്ലായിരിക്കുമേ. ഇത് നമ്മളെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. ഇതിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചൊരു ക്ലിയർ പദ്ധതിയുണ്ട്. ഈശോ എന്താണെങ്കിലും ഈ ഒരു പദ്ധതി നടത്തും. ചിലപ്പോൾ താമസം എടുക്കുമായിരിക്കും, ചിലപ്പോൾ ഒരു കൊല്ലം എടുക്കുമായിരിക്കും, ചിലപ്പോൾ ഒരു 2 കൊല്ലം എടുക്കും, 3 കൊല്ലം എടുക്കുമായിരിക്കും. പക്ഷേ ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി കർത്താവ് നടത്തും. കർത്താവ് പറയുന്നു, നീ നാളെക്കുറിച്ച് ആകുലനാവേണ്ട, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ആകാശത്തെ പക്ഷികൾ നോക്കുക, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ശേഖരിക്കുന്നില്ല, സ്വർഗസ്ഥനായ പിതാവ് അവയെ തിരിപ്പറ്റുന്നു, ഈ കുരുവികളെക്കാൾ വിലയുള്ളതല്ലേ നിങ്ങൾ എന്ന് കർത്താവ് പിന്നെ നമ്മളോട് ചോദിക്കുന്നു. നിന്റെ ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിനക്ക് പറ്റുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മുടെ കാര്യത്തിൽ കൺസേൺ ആണ്. നമ്മളെ ഈശോ നമ്മൾക്ക് എന്താണോ എത്തേണ്ടത് അങ്ങോട്ട് ഈശോ എത്തിച്ചോളും. അതിന് സമയമെടുക്കും. ഈശോയുടെ സമയത്തിൽ കർത്താവ് ചെയ്തോളും.